നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥി വീണ ജോർജിനെതിരെ വ്യക്തിഹത്യയും വർഗീയ പ്രചാരണവും നടക്കുന്നതായി പരാതി. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം 7 നിയോജക മണ്ഡലം ചേരുന്നതാണ്. ഇതിൽ തിരുവല്ല, അടൂർ, ആറന്മുള, റാന്നി ഇടതുപക്ഷ MLA ഭരിക്കുന്ന ശക്തി കേന്ദ്രങ്ങളാണ്. ഈ പ്രദേശങ്ങളിലാണ് പ്രസിദ്ധമായ ശബരിമല, മാരാമൺ ക്രിസ്തീയ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ ഹിന്ദു മഹാപരിഷത്ത്, മഞ്ഞനിക്കര തീർത്ഥാടനം, ഏഴംകുളം തൂക്കം ഉൾപ്പെടെ വിവിധ മത ആഘോഷങ്ങൾ ഒരേ മനസ്സോടെ ആഘോഷിക്കുന്നത്. ഇങ്ങനെ ആഘോഷിക്കുന്ന നാട്ടിലാണ് മതവർഗീയതയുടെ സ്വരത്തിൽ വോട്ടിനായി പാർട്ടി പ്രവർത്തകർ തമ്മിലടി നടത്തുന്നത്. സാധാരണ ജനങ്ങൾ തന്നെ ഇങ്ങനെ മതേതരത്വത്തോടെ ഒത്തൊരുമയോടെ ജീവിക്കുമ്പോൾ കേവലം വോട്ട് നേടാൻ വേണ്ടി ഇങ്ങനെ വർഗീയത കുത്തിവെക്കുകയാണ് ഒരു കൂട്ടം സൈബർ പോരാളികൾ. ഇവർ നവമാധ്യമങ്ങളിലൂടെ സ്ഥാനാർത്ഥികളെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന കമന്റുകളും ട്രോളുകളും പടച്ചുവിടുകയാണിപ്പോൾ. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം ഹിന്ദു ഭൂരിപക്ഷ മേഖലയാണെന്നും ഹിന്ദു വോട്ടുകളെല്ലാം ശബരിമല വിഷയം നിലനിൽക്കുന്നതിനാൽ കെ സുരേന്ദ്രന് അവകാശപ്പെട്ടതാണെന്ന തരത്തിലാണ് പല ട്രോളുകളും കമന്റുകളും പ്രചരിക്കുന്നത്. എന്നാൽ വീണ ജോർജ് എന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി ക്രിസ്ത്യാനിയാണെന്നും അവർ വിജയിച്ചാൽ ശബരിമലയിൽ കയറുമെന്നുമൊക്കെ കമന്റുകൾ പടച്ചുവിടുന്ന വിരുദ്ധന്മാരും ഇതിലുണ്ട്. പത്തനംതിട്ട നസ്രാണികൾക്കുള്ളതല്ല, മറിച്ച് ഹിന്ദുക്കൾക്കുള്ളതാണ്. അതിനാൽ അടുത്ത 5 വർഷത്തേക്ക് മത്സരമില്ല. നസ്രാണികളെ പാർലമെന്റിൽ കയറ്റാതിരിക്കാൻ സുരേന്ദ്രന് 1 വോട്ട് എന്നിങ്ങനെ കണ്ണടച്ച് സാമാന്യ ബുദ്ധിക്ക് പോലും നിരക്കാത്ത പ്രസ്താവനകളാണ് നെറികെട്ട സൈബർ സഹോദരന്മാർ എഴുതിവിടുന്നത്. ഇങ്ങനെ പാർട്ടിയുടെ സംരക്ഷണമുണ്ടെന്ന അഹങ്കാരത്തിൽ ഇത്തരത്തിൽ വർഗീയ വികാരങ്ങൾ അണികൾ അഴിച്ചുവിടുന്നത് വഴി സ്ഥാനാർത്ഥികളാണ് പെട്ടുപോകുന്നത്. വിമോചന നായകന്മാർ കേരളത്തെ വർണ്ണവിവേചനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും ഇന്ത്യ ജനാധിപത്യ രാജ്യമായതും സൈബർ ലോകത്ത് ഒളിഞ്ഞിരുന്ന് പടവെട്ടുന്ന പോരാളികൾ അറിഞ്ഞില്ലെങ്കിൽ കണ്ണു തുറന്നു കാണൂ, ചെവി തുറന്ന് കേൾക്കൂ. കേരളം മതേതര നാടായി കഴിഞ്ഞു. ഇവിടെ ക്രിസ്ത്യാനിയും ഹിന്ദുവും മുസൽമാനും സമന്മാരാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അതൊന്നും ഒരു മാനദണ്ഡമേ അല്ല. അതിനാൽ ഈ വിടുവായത്തരവുമായി വീണ ജോർജിനെ ആക്രമിക്കുന്നത് ഒന്ന് നിർത്തിക്കൂടെ? സൈബർ ഇടങ്ങളിലെ ട്രോൾ പോരാട്ടത്തിൽ സഹിക്കാനാകാത്ത മറ്റൊന്നുകൂടെയുണ്ട്. അതാണ് ലിംഗവിവേചനം. സ്ത്രീ പുരുഷ വിവേചനം നിറഞ്ഞു നിൽക്കുന്ന വരികൾ ഒരു മടിയുമില്ലാതെയാണ് ട്രോളുകളിലൂടെ സൈബർ പോരാളികൾ നിറയൊഴിക്കുന്നത്. പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രൻ എന്ന പുലി മത്സരിക്കുമ്പോൾ നസ്രാണി പെണ്ണായ വീണ ജോർജിന് എന്തിന് വോട്ട് കൊടുക്കണം? പുലി ജയിലിൽ പോയത് പെണ്ണിന് മുന്നിൽ പതറാനല്ല എന്നിങ്ങനെയാണ് ഒരു ട്രോളിൽ. സംഘപരിവാറുകാരുടെ ദയനീയ സ്ത്രീ വിരുദ്ധത ഇതാദ്യമായല്ല നമ്മൾ കാണുന്നത്. ആക്രമിക്കണമെങ്കിൽ രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ ആവാമല്ലോ. പെണ്ണായത് തെറ്റായി പോയെന്ന രീതിയിലാണ് വീണയ്ക്കെതിരെ സംഘ സഹോദരർ നീങ്ങുന്നത്. പെണ്ണിന് വഴങ്ങാത്ത ബാലികേറാമലയൊന്നുമല്ല രാഷ്ട്രീയം. സ്വന്തം കുടുംബത്തെ എങ്ങനെ വീട്ടിൽ സേവിക്കുന്നുവോ ആ തന്മയത്വത്തോടെ ജനങ്ങളെയും നാടിനെയും സേവിക്കാനുള്ള കഴിവ് ഒരു പെണ്ണിനുണ്ടാവും. കേരളം ഒട്ടാകെ സ്ത്രീകളും കുട്ടികളും ആക്രമിക്കപ്പെടുമ്പോൾ വീണയെ പോലുള്ള ഒരു നേതാവിന് അവരുടെ അവസ്ഥ നിഷ്പ്രയാസം മനസ്സിലാവും. പത്തനംതിട്ടയിലെ അമ്മമാരുടെ മനസ്സിൽ വീണ ഇതിനോടകം തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അവർ സ്വന്തം മകളെ പോലെയോ സഹോദരിയെ പോലെയോ ഒക്കെയാണ് വീണയെ കാണുന്നതും. സൈബർ പോരാളികൾ പറയുന്നത് പോലെയല്ല. വീണയുടെ ഈ പെൺമികവ് തന്നെയാണ് അവരുടെ ശക്തി. പിന്നെ ഈ 21ാം നൂറ്റാണ്ടിലും മതവും ജാതിയും നോക്കി നാട് ഭരിക്കണമെന്ന് പറയുന്നവരുടെ തലയ്ക്കകത്ത് ശൂന്യതയല്ലാതെ മറ്റൊന്നും കാണില്ല. ഒഴിഞ്ഞ പാത്രത്തിൽ നിന്നല്ലേ കൂടുതൽ ശബ്ദം കേൾക്കുള്ളൂ. വീണ ജോർജ് സ്ത്രീ പുരുഷ ഭേദമന്യേ പത്തനംതിട്ടയിൽ ജനസമ്മതിയുള്ള ഇടതുപക്ഷ MLA ആണ്. എതിർ സ്ഥാനാർത്ഥികൾ ഒന്ന് എത്തിപ്പോലും നോക്കാത്ത മേഖലകളിൽ അവിടുത്തെ പ്രദേശവാസികളെ ചെന്ന് കണ്ടിട്ടുണ്ട് വീണ ജോർജ്. അതിനാൽ ഉൾപ്രദേശങ്ങളിൽ പോലുമുള്ളവർക്ക് സുപരിചിതയായ വീണയുടെ വിജയം LDFന് സുനിശ്ചിതം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.